بسم الله الرحمن الرحيم الحمد لله اللهم صل على سيدنا محمد وآله وصحبه وسلم السلام عليكم ورحمة الله وبركاته പ്രിയപ്പെട്ട സുഹൃത്തുക്കളെ സഹോദര സഹോദരിമാരെ അല്ലാഹുവിന്റെ അനുഗ്രഹം കൊണ്ട് പരിശുദ്ധമായ ഫാത്തിഹ സൂറയിലെ ഓരോ ആയത്തുകളുടെയും തെറ്റില്ലാത്ത പാരായണം എങ്ങനെയാണ് പരിശീലിക്കേണ്ടത് പഠിക്കേണ്ടത് ഇതാണ് നാം ചർച്ച ചെയ്യുന്നത്. അൽഹംദുലില്ലാഹ് കഴിഞ്ഞ ചില ക്ലിപ്പുകളിലായി ഫാത്തിഹ സൂറത്തിന്റെ 6 ആയത്തുകൾ നമ്മൾ മനസ്സിലാക്കി. ഇനി അവസാനത്തെ 7ാമത്തെ ആയത്താണ് നമുക്ക് ഇന്ന് പഠിക്കുവാനുള്ളത്. ഒരു വലിയ ആയത്തായതുകൊണ്ട് നന്നായിട്ട് ശ്രദ്ധിക്കുകയും അതിലെ ഓരോ പദങ്ങളെയും വേറെ തന്നെ നമ്മൾ എടുത്ത് എഴുതി മനസ്സിലാക്കുകയും പരിശീലിക്കുകയും ആവർത്തിക്കുകയും വേണം. ആദ്യമായി ആ ആയത്തൊന്ന് ഓതാം. അഊദു ബില്ലാഹി മിനശ് ശൈത്വാനിർ റജീം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. സിറാത്തൽ ലദീന അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം വലദ്ദാല്ലീൻ. ആമീൻ. ഖബ്ബലല്ലാഹ്. അപ്പോ ഒന്നാമത്തെ വേർഡ് സിറാത്ത, ഇത് കഴിഞ്ഞ 6ാമത്തെ ആയത്തിൽ നമുക്ക് കഴിഞ്ഞതാണ്. എങ്കിലും ആ സ്വാദും റായും ത്വാവും ഒന്നുകൂടെ ഓർമ്മപ്പെടുത്തുകയാണ്. സി റോ സിറോത്തല്ലദീന എന്നോ അല്ലെങ്കിൽ തൊല്ലദീന എന്നോ പറയാൻ പാടില്ല. കഴിഞ്ഞ ക്ലിപ്പിൽ നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവുമെന്ന് വിശ്വസിക്കുന്നു. പുതിയതായി ഇതിലൊരു കാര്യം പറയാനുള്ളത്, സിറാത്തല്ലദീന എന്ന് റായിനെ കൂടുതൽ നീട്ടുന്നൊരു പതിവ് കേട്ടിട്ടുണ്ട്. അത് ശരിയല്ല. അത് സാധാരണ മദ്ദാണ്, അസ്ലിയായ മദ്. അടിസ്ഥാനപരമായി ഒരു ദീർഘാക്ഷരം ഉച്ചാരണത്തിൽ കൊണ്ടുവരാൻ ആവശ്യമായ ഒരു നീട്ടൽ മാത്രം. അപ്പോ സിറാത്തല്ലദീന സിറാത്തല്ലദീന അങ്ങനെയാണ് ഓതേണ്ടത്. അടുത്ത പദം അല്ലദീന എന്നതാണ് അല്ലെ. അല്ലദീന എന്നതിൽ സാധാരണഗതിയിൽ തെറ്റാറുള്ള പ്രധാനപ്പെട്ട ഒരു തെറ്റ് ദാലാണ്. ദാല് പലപ്പോഴും നമ്മൾ ഓതുമ്പോൾ ഒന്നുകിൽ സിറാത്തല്ലസീന എന്നാവും, അല്ലെങ്കിൽ സിറാത്തല്ലദീന സിറാത്തല്ലദീന. അപ്പൊ അതെങ്ങനെയാണ് ശരിയാക്കല്? ആദ്യം ദാൽ അഊദു എന്ന ഭാഗം പഠിപ്പിച്ച സമയത്ത് നിങ്ങളെ ഉണർത്തിയതുപോലെ നാവിന്റെ തല മേലെ മുമ്പല്ലിന്റെ തെല്ലിൽ തട്ടിച്ചുകൊണ്ട് ഒരു കണ്ണാടി വെച്ച് നോക്കിയാൽ ദാൽ എന്ന അക്ഷരം പറയുമ്പോൾ നാവിന്റെ തല ഒരൽപ്പം പല്ലിന്റെ തെല്ലിൽ തട്ടിയതായി കാണാൻ കഴിയണം. അതാണ് ദാൽ. അത് ഉള്ളിലിരുന്നാൽ സ എന്നോ അല്ലെങ്കിൽ സിറാത്തല്ലദീന എന്ന് ദാലായ മറ്റോ കേൾക്കും. അതുകൊണ്ട് നമ്മുടെ ഫാത്തിഹ ബാത്തിലായി പോവും. അതുകൊണ്ട് തന്നെ സിറാത്തല്ലദീന അതാണ് അതിൽ കാര്യമായിട്ട് പഠിക്കാനുള്ളത്. മറ്റൊന്ന്, കുറച്ചൊക്കെ നന്നായിട്ട് ഓതുന്ന ആളുകൾക്ക് തന്നെ സംഭവിക്കുന്ന ഒരു കാര്യമാണ്, ഈ ത്വ എന്ന വലിയ വണ്ണിച്ചു പറയേണ്ട അക്ഷരത്തിന്റെ അടുത്ത് ലാമ് വന്നപ്പോൾ നമ്മൾ അറിയാതെ ലാമിനെ വണ്ണിക്കപ്പെട്ടു പോവുക എന്ന് പറഞ്ഞാൽ സിറാത്തല്ലദീന അല്ലാഹ് അല്ലാഹു എന്ന് പറയുന്ന വണ്ണിക്കൽ പോലെ അതിനോടടുത്തൊരു തഫ്ഖീം. അപ്പൊ അതും ഉണ്ടാവരുത്. എങ്ങനെയാണോ ലില്ലാഹി അൽഹംദുലില്ലാഹി ബിസ്മില്ലാഹി, അതേ ലാമ സിറാത്തല്ലദീന സിറാത്തല്ലദീന. അടുത്ത പദം അൻഅംത എന്നതാണ്. അൻഅംതയിൽ വളരെ അധികം ശ്രദ്ധിച്ച് ഓതേണ്ട ഒരു പദമാണ്. ഒന്നാമതായി അൻഅംത എന്നിടത്ത് ഉള്ള ആദ്യത്തെ അക്ഷരം ഹംസയാണ് പറയാനുള്ളത്. അതെപ്പോഴാണ് നഷ്ടപ്പെട്ടു പോവുക? ഒറ്റക്ക് ആ പദം മാത്രം പറഞ്ഞാൽ എല്ലാവരും അൻഅംത എന്ന് ഹംസയോടുകൂടെ പറയും. പക്ഷേ ചേർത്തി വായിക്കുമ്പോൾ സിറാത്തല്ലദീന അൻഅംത കേൾക്കാൻ നല്ല ശൈലിയൊക്കെ ഉണ്ട്, പക്ഷെ ഞാൻ ഹംസ പറഞ്ഞിട്ടില്ല. അപ്പോ അത് പഠിക്കാനുള്ള ഒരു എളുപ്പ വഴി, ആ എന്ന് പറഞ്ഞ അക്ഷരം നമുക്ക് പഠിക്കേണ്ട കാര്യമില്ല, എല്ലാവർക്കും അറിയുന്ന അക്ഷരമാണ് അ. പക്ഷെ ഏതൊരു ഹംസയും ഒരു വാക്കിനിടയിൽ അല്ലെങ്കിൽ 2 വാക്കിന്റെ ഇടയിൽ 2ാമത്തെ വാക്കിന്റെ ആദ്യാക്ഷരമായിട്ട് വരുമ്പോൾ
വളരെയധികം സൂക്ഷിച്ച് കുറച്ചു കാലം പരിശീലിക്കണം. എന്നാലേ ഇടയിൽ വരുന്ന ഹംസകൾ നമുക്ക് ഖിറാഅത്തിൽ കൊണ്ടുവരാൻ കഴിയും. അപ്പൊ ഇവിടെ നമ്മൾ പഠിക്കേണ്ട രൂപം ഉസ്താദുമാർ പഠിപ്പിക്കുന്നത് വളരെ പെട്ടെന്ന് ശരിയാക്കാനുള്ള വഴി സിറാത്തല്ലദീന എന്ന് പറഞ്ഞാട് നിർത്തുക. ഒന്ന് പോസ് ചെയ്തിട്ട് അൻഅംത അങ്ങനെ ഒരു 8-10 പ്രാവശ്യം പറയുക. പിന്നീട് ചേർത്തി വായിക്കുക സിറാത്തല്ലദീന അൻഅംത. അപ്പൊ നമുക്ക് ആ മുറിച്ച് വായിക്കുമ്പോൾ അൻഅംതയുടെ ഫസ്റ്റ് ലെറ്റർ നമ്മുടെ മനസ്സിലും നമ്മുടെ വായക്കും ഒന്ന് എന്താവും, പ്രാക്ടീസ് ആവും. പിന്നെ ചേർത്തി വായിക്കുമ്പോൾ നമ്മുടെ ശ്രദ്ധയിൽ വരും. അല്ലെങ്കിൽ ഒന്ന് റെക്കോർഡ് ചെയ്ത് കേട്ട് നോക്കിയാൽ മതി. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കേണ്ട. പല ക്ലാസ്സുകളിലും ഉസ്താദുമാർ ഓദിക്കുമ്പോൾ ധാരാളം ആളുകൾക്ക് നഷ്ടപ്പെടുന്ന ഒരു തെറ്റാണ്, അല്ല ഒരു അക്ഷരമാണ് ഹംസ. അൻഅംതയിലെ ഒന്നാമത്തെ ഹംസ. ഇനി നന്നായിട്ട് മുസ്ഹഫിൽ നോക്കുക. അൻഅംത എന്ന് അൽഹംദു എന്ന് ലാം ഹ പറഞ്ഞതുപോലെ നൂൻ പറഞ്ഞു കഴിഞ്ഞിട്ട് ആ എന്ന് പറയണം. അപ്പൊ നൂനും ഐനും പറയണം. അതേ സമയത്ത് നമ്മള് സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം എന്ന് പറയുമ്പോൾ അന്നം എന്നാണ് പറയുന്നത്. അന്നം. മലയാളത്തില് ചില നാട്ടിലൊക്കെ ഭക്ഷണത്തിന് അന്നം എന്ന് പറയാറുണ്ട്. അപ്പൊ അന്നം എന്നല്ല അവിടെ ഉള്ളത്. അതിനും ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അൻ അംത എന്നിങ്ങനെ കുറെ പ്രാവശ്യം പറയാം. അൻ അംത. അൻ കഴിഞ്ഞിട്ട് അംത എന്ന് ഹംസയും പറയരുത്, ഐനാണ് അവിടെ ഉള്ളത്. റബ്ബിൽ ആലമീന്റെ അവിടെ നമ്മള് പഠിച്ചതുപോലെ അതേ അക്ഷരം അൻഅംത അൻഅംത. അപ്പൊ അത് ശ്രദ്ധിക്കുക. ഐന് വേറൊന്ന് ചിലരൊക്കെ പഠിച്ചു വെച്ചിട്ടുള്ള ഒരു കാര്യമാണ്, മലയാളം പോലെ അൻഅംത അലൈഹിം. ചിലപ്പോ ഐനും ഹംസയും പറയുന്നുണ്ടാവും, പക്ഷെ താഇന് പകരം ദാല് വരിക. അതിന്റെ കാരണം മലയാള ഭാഷയാണ്. നമ്മള് ചന്തം എന്നൊക്കെ പറയുന്നത് പോലെ അൻഅംത അലൈഹിം, അതായത് ഒരു മൂളല് തരിമൂക്കിന്ന് വന്നു കഴിഞ്ഞാൽ പിന്നെ ത വന്നാൽ ദാലായിട്ടാണ് പറയുക. അന്തസ് സമീഉൽ അലീം എന്നതെല്ലാം ആ ഒരു സ്വഭാവത്തിൽപ്പെട്ടതാണ്. അത് ഖുർആനിന്റെ അക്ഷരത്തെ തന്നെ മറ്റൊരക്ഷരമാക്കി മറിക്കുന്ന, അതായത് നല്ല വ്യക്തമായും ദാലാക്കി മാറ്റിമറിക്കുന്ന ഒരു പിഴവായതുകൊണ്ട് അത് കുറ്റകരമാണ്. തീർച്ചയായും നമ്മളത് ശരിയാക്കണം. അറബിയിലെ കാറ്റോടുകൂടെയുള്ള ത പറഞ്ഞ് ശീലിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ തെറ്റിൽ നിന്ന് ഒഴിവാകാൻ കഴിയും. അപ്പൊ സിറാത്തല്ലദീന അൻഅംത അലൈഹിം സിറാത്തല്ലദീന അൻഅംത അലൈഹിം. അടുത്ത പദം, നാലാമത്തെ പദം അലൈഹിം എന്നതാണ്. അത് ഒറ്റക്ക് പറയുമ്പോൾ തന്നെ പലരും അലൈഹിം അസ്സലാമു അലൈക്കും അസ്സലാമു അലൈക്കും എന്ന് ഹംസയാണ് പറയാറുള്ളത്. അവിടെ ഉള്ളത് തൊണ്ടയുടെ മധ്യം കൊണ്ട് ഒരൽപ്പം ശബ്ദം നടത്തി പറയുന്ന മധ്യനിലക്കുള്ള അ എന്ന അക്ഷരമാണ്. അപ്പൊ അൻഅംത അലൈഹിം അൻഅംത അലൈഹിം അൻഅംത അലൈഹിം. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യണം? അൻഅംത എന്ന് പറഞ്ഞ അവിടെ നിർത്തുക. എന്നിട്ട് അലൈഹിം ഇങ്ങനെ കുറെ പ്രാവശ്യം പറയാ. അപ്പൊ അലൈഹിം എന്നൊരു പ്രത്യേക സ്വരം, ഐനിന്റെ ഉച്ചാരണം നമ്മുടെ മനസ്സിൽ അല്ലെങ്കിൽ വായയിൽ ഒരു പ്രാക്ടീസ് ലഭിക്കും. ശ്രദ്ധ ശരിക്ക് കിട്ടും. എന്നിട്ട് ചേർത്തി വായിക്കുമ്പോഴും അതേ ഉച്ചാരണത്തിൽ ആ പോസിങ് കൊണ്ട് ഒഴിവാക്കി ചേർത്തി വായിക്കുക. അതേപോലെ അലൈഹിം എന്നത് ഫത്ഹിന് ശേഷം എവിടെയൊക്കെ സുക്കൂനുള്ള യാ വരുന്നുണ്ടോ അവിടെയൊക്കെ നമ്മൾ സൂക്ഷിക്കണം. കാരണം അലൈക്കും യാ നബി സലാം അലൈക്കും എന്നിങ്ങനെ ലേ എന്ന ഒരു ഏകാരത്തിലേക്ക് പോവാറുണ്ട്. അത് ഇവിടെ അനുവദനീയമല്ല. കാരണം ലാമിന് ഫത്ഹിട്ടാൽ ല എന്ന് പറയണം. ഐന് ഫത്ഹിട്ടാൽ ആ എന്ന് പറയുന്നത് പോലെ ലാമിന് അകാരം ഫത്ഹ വന്നു കഴിഞ്ഞാൽ അല. അപ്പൊ ല കഴിഞ്ഞിട്ടേ നമ്മൾ ഒരു യാ ഓ കസ്റോ ഉച്ചരിക്കുന്ന ഒരു അവസ്ഥയിലേക്ക് വായ പോകാവൂ. അല്ലെങ്കിൽ നമ്മൾ പലപ്പോഴും സ്വലാത്തൊക്കെ ചെല്ലുമ്പോൾ സല്ലല്ലാഹു അലൈഹി എന്ന് പറയുന്നത് പോലെ അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ളൂബി അലൈഹിം, മലയാളത്തിൽ ലേഹ്യം എന്നൊക്കെ പറയുന്ന ലേ എന്ന ശബ്ദത്തിലേക്ക് പോവാറുണ്ട്. അത് ശരിയല്ല. അല എന്ന് ഫത്ഹ പൂർത്തിയാക്കി പറയണം.
വേറെ ഒരു കാര്യം, അൻഅംത എന്ന പദത്തെ അലൈഹിം എന്നതുമായി ചേർത്തി വായിക്കുമ്പോൾ അൻഅംത അലൈഹിം എന്ന് വെറും അലിഫ മാത്രമേ താഇന് ശേഷം കേൾക്കാറുള്ളൂ. അപ്പോ താഇന് ശേഷം അവിടെ അലിഫല്ല, അൻഅംത അലൈഹിം. നേരത്തെ പറഞ്ഞതുപോലെ ഹംസയാക്കി ഉച്ചരിക്കാറുണ്ട്, അൻഅംത അലൈഹിം. അൻഅംത അലൈഹിം എന്നീ 3 അക്ഷരവും ഒരേപോലെ ഉച്ചരിക്കുന്ന സ്വഭാവമുണ്ട്. അത് തെറ്റാണ്. അവിടെ ഒറ്റ ഹംസയേ ഉള്ളൂ. അൻഅംത എന്ന സ്ഥലത്ത് മാത്രമാണ് ഹംസയുള്ളത്. അത് കഴിഞ്ഞിട്ടുള്ള 2 അക്ഷരവും ഐനാണ്. അപ്പൊ അൻഅംത അലൈഹിം, അലൈഹിം. വേറെ ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത് അതിലെ ഹ ആണ്. അലൈഹിം എന്ന പദത്തിലെ ഹ എങ്ങനെയാണ് ഉച്ചരിക്കേണ്ടത്? കാറ്റോടുകൂടെ മുമ്പ് നമ്മൾ ബിസ്മില്ലാഹിയിൽ പറഞ്ഞത് തന്നെ. എങ്കിലും ഇവിടെ പലരും അൻഅംത അലൈഹിം ഗൈറിൽ മഗ്ദൂബി അലൈഹിം എന്ന് പറഞ്ഞിട്ട് നേരെ മീമിലേക്ക് പോകും. ഹാഇന് പകരമായി എന്തോ ഒരു ശബ്ദം ഉണ്ടാക്കുമെന്നല്ലാതെ ഹി എന്ന് കേൾക്കൂല. അപ്പോ അത് ശരിയാവുകയില്ല. ഖുർആൻ എന്ന് പറയുന്നത് നമുക്കറിയാം അള്ളാഹുവിന്റെ കലാമാണ്. അതിന്റെ ഓരോ അക്ഷരത്തെയും അതിന്റെ പരിപൂർണമായ മഖ്റജും വിശേഷണങ്ങളും ഹറക്കത്ത് സുക്കൂൻ ഏതാണെങ്കിൽ അതും നൽകി ഉച്ചരിക്കൽ നമുക്ക് നിർബന്ധമാണ്. വളരെ ശ്രദ്ധയോടുകൂടി പരിശീലിക്കേണ്ടതും പാരായണം ചെയ്യേണ്ടതുമാണ് ഖുർആൻ. അതുകൊണ്ട് അമിതമായ സ്പീഡിൽ ഓതരുത്. ഫാത്തിഹ സാവധാനത്തിൽ ശരിയായി ഓതാൻ കഴിയുന്ന ഒരാൾ മാത്രമേ ഒരല്പം സ്പീഡ് പിന്നീട് കൂട്ടാൻ പാടുള്ളൂ. അതൊക്കെ പരിശീലിച്ച് പ്രാക്ടീസ് ആയതിനു ശേഷം. അല്ലാത്ത ആൾക്ക് സ്പീഡിൽ ഓതാൻ പാടില്ല. കാരണം അപ്പൊ കൂടുതൽ പിഴവ് വരികയാണ് ചെയ്യുക. അൻഅംത അലൈഹിം, അൻഅംത അലൈഹിം. അപ്പൊ അവിടെ വേറൊരു തെറ്റ് ഹാഇന് വരാറുള്ളത് അലൈഹിം. പലപ്പോഴും പല ക്ലാസ്സിലും ആളുകൾ അങ്ങനെ ഓതി വരുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അലൈഹിം എന്ന് പറയുന്ന ശബ്ദം നാവിന്റെ മുകളിലൂടെ ശക്തിയായിട്ട് കാറ്റ് വരുന്നതിലൂടെയാണ് അത് ഉണ്ടാവുന്നത്. യഥാർത്ഥത്തിൽ ഹ നാവിന്റെ മുകളിലല്ല. ഹ എന്ന അക്ഷരം അ എന്ന് പറയുന്ന അക്ഷരത്തിന്റെ ഹംസയുടെ സ്ഥാനം അത് തൊണ്ടയുടെ താഴെയറ്റമാണ്. അപ്പൊ അ ഹ അലൈഹിം. ഇംഗ്ലീഷിൽ നമ്മള് ഹിം എന്ന് പറയുന്നത് പോലെ ഏകദേശം. പക്ഷെ ഇതിനൊന്നുകൂടെ നേർപ്പിച്ച് പറയണം. പക്ഷെ അലൈഹിം എന്ന് ഇങ്ങനെ നാവിലൂടെ ഉച്ചരിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ഫാത്തിഹ സ്വഹീഹാവുകയില്ല, ബാത്തിലാവും. അപ്പൊ അത് പ്രത്യേകം ശ്രദ്ധിക്കണം. ഇൻഷാ അല്ലാഹ് അടുത്ത ഭാഗം ഗൈറിൽ മഗ്ദൂബി അടുത്ത ക്ലിപ്പിൽ നമുക്ക് പൂർത്തിയാക്കാം. അല്ലാഹു തൗഫീഖ് നൽകട്ടെ. വആഖിറു ദഅവാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും.